ഹായ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇവിടെ ആണെങ്കിൽ ഇന്ന് നല്ല മഞ്ഞായിരുന്നു രാവിലെ കേട്ടോ. എന്താ പറയുന്നത്, നല്ല മഞ്ഞെന്ന് വെച്ചാൽ നല്ല പുകമഞ്ഞായിരുന്നു. ഒട്ടും അടുത്ത് നിൽക്കുന്നവരെ പോലും കാണാൻ പറ്റാത്തത്ര മഞ്ഞായിരുന്നേ. ഇപ്പം ചെറുതായിട്ടൊരു വെയിലൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് മുതൽ ഈ മഞ്ഞും മലിനീകരണമൊക്കെ വായു മലിനീകരണമൊക്കെ ആയതുകൊണ്ട് ഇന്ന് മുതൽ വീണ്ടും 5 വരെയുള്ള ക്ലാസ്സുകൾക്ക് ഹൈബ്രിഡ് മോഡ് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഞാൻ അക്കുവിനെ പറഞ്ഞ് സ്കൂളിൽ വിട്ടു. ഇവിടെ നിന്ന് നെറ്റ് പ്രോബ്ലം ഒക്കെ ആയതുകൊണ്ട് സ്കൂളിൽ പറഞ്ഞു വിട്ടു. അങ്ങനെ അവർ രണ്ടുപേരും സ്കൂളിൽ പോയി. ഇനിയിപ്പം ഉച്ചയ്ക്ക് പരിപാടിയൊക്കെ നോക്കണം. ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ജസ്റ്റ് ഒരു തോരൻ വെക്കണം. ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ട്. പിന്നെ ഇന്ന് രാവിലെ ദോശയും സാമ്പാറുമായിരുന്നു. അപ്പോൾ അതിൻ്റെ സാമ്പാറുണ്ട്. അപ്പം ഞാൻ 2 ദിവസം മുമ്പ് സോയാബീൻ റോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നേ. അത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അതിനകത്ത്. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ അന്ന് ചെയ്ത് കഴിച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. ചപ്പാത്തിയുടെ കൂടെയും സാമ്പാറല്ല ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടിട്ട് ആ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ ബീഫൊക്കെ റോസ്റ്റ് ചെയ്യുമല്ലോ, അതേപോലെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ആ സോയാബീൻ വെച്ചിട്ട് തന്നെ ഒരു തോരൻ വെക്കാമെന്നേ. ഞാനിങ്ങനെ റീലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴും ഒരു റീലിങ്ങനെ കണ്ടു, സോയാബീൻ്റെ തോരൻ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ തോരൻ വെക്കാം കേട്ടോ. അപ്പോൾ സോയാബീൻ തോരൻ വെക്കാനായിട്ടേ ഞാനിവിടെ കുറച്ച് സോയാബീൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇത് കഴുകുമോയെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. എന്തായാലും ഞാൻ ഒരു വെള്ളം കഴുകി എടുത്തിട്ടുണ്ട്. ഇതിനിപ്പം നമുക്ക് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 1/4 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ സോയാബീൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ആ ഒരു സമയത്ത് നമുക്ക് അതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഒരു 1/4 സ്പൂൺ ജീരകപ്പൊടി, അതുപോലെ തന്നെ 1/4 സ്പൂണിൽ കുറച്ച് മതി മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടുന്ന അരപ്പ് ഞാൻ ഇവിടെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം കേട്ടോ, ഇതിൻ്റെ മണം പോകാതെ. സോയാബീനൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അത് ഈ ചോപ്പറിലോട്ട് തന്നെ, നമ്മൾ തേങ്ങ ചതച്ചെടുത്ത ആ ഒരു ചോപ്പറിലോട്ട് തന്നെ നമുക്കതൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം ദേ സോയാബീൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് തോരൻ വെക്കാം. ഇതേ നോക്കിയേ. അപ്പോൾ സോയാബീൻ തോരൻ വെക്കാനായിട്ട് ചീൻചട്ടി വെക്കുക, എണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവറിൻ്റെ എണ്ണയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. പച്ചമുളക്, കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകും ഒരു സവാളയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇതേ സവാളയൊക്കെ ഏകദേശമൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയാബീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. സോയാബീൻ ചേർത്ത് ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ആ സോയാബീനിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാനായിട്ട്. നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ്, എന്നാലും ചെറുതായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റാനായിട്ടേ. അപ്പം 2 മിനിറ്റിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങയുടെ കൂട്ടുകൂടെ ചേർത്ത് കൊടുക്കാമേ. ഈ ഒരു സമയത്ത് എൻ്റെ അടുക്കളയിൽ നന്നായിട്ട് വെയിലടിക്കും കേട്ടോ. ക്ലിയർ ആവുന്നുണ്ടോയെന്ന് അറിയത്തില്ല. വെയിലടിക്കുന്നതുകൊണ്ട് വീഡിയോ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ആ ഒരു തേങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ.
ഒരു 2-3 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നോക്കാമേ. ഇങ്ങനെ വേവിക്കാൻ വെക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യാം കേട്ടോ. ഇത്രയാകുമ്പോഴത്തേനും നമ്മുടെ സോയാബീൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കുകൾ അറിയിക്കുക. അപ്പോൾ നമ്മുടെ സോയാബീൻ തോരൻ ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സോയാബീൻ ആണെന്ന് ആരും പറയില്ല. ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ മുട്ട തോരൻ വെക്കുന്നത് പോലെ ഇരിക്കുന്നേ, നല്ല ടേസ്റ്റാണ്. നമ്മുടെ സോയാബീൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ടേസ്റ്റൊക്കെ നോക്കി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.